ഞാനൊരു 2500 കിലോമീറ്റർ ദൂരെയുള്ള ഒരാളായിട്ട് 21 മെഗാ ഹെർട്സിൽ മലയാളിയാണ് വർക്ക് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞത് പുള്ളി യൂസ് ചെയ്യുന്ന 20 മീറ്ററിൻ്റെ ഡെൽറ്റ ലൂപ്പ് ആൻ്റനയാണ്. അത് മൾട്ടിപ്പിൾ ബാൻഡ്സിന് ഉപയോഗിക്കുന്നുണ്ട്, ട്യൂണറില്ലാണ്ട് പോലും ചിലപ്പോൾ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പോൾ വേറൊരു മലയാളി ഉണ്ട് US-ലുള്ളത്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം 40 മീറ്റർ ഡെൽറ്റ ലൂപ്പ് ആൻ്റനയാണ് ഉപയോഗിക്കുന്നത്. ഹയർ ബാൻഡ്സിലൊക്കെ വർക്ക് ചെയ്യും, റീസണബിൾ SWR ഉള്ളൂ, ഈവൻ WARC ബാൻഡ്സിലും കൂടെ വർക്ക് ചെയ്യും. അപ്പോൾ എനിക്ക് കൂടുതൽ അത്ഭുതമായി. അപ്പോൾ ഞാൻ ഈ 40 to 10 മീറ്റർ ഡെൽറ്റ ലൂപ്പ് എങ്ങനെയാണെന്നുള്ളതിനെപ്പറ്റി ചിന്ത തുടങ്ങി. എനിക്കിവിടെ ഒരു ഡെൽറ്റ ലൂപ്പ് പോലത്തെ ഒരു ലൂപ്പുണ്ട്, കൃത്യമായ ഡെൽറ്റ ലൂപ്പല്ല. അതിൽ പറഞ്ഞ മാതിരി 40 മീറ്റർ മുതൽ 6 മീറ്റർ വരെയൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ അതിന് ഞാൻ ലാഡർ ലൈനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മൗണ്ടിങ്ങൊക്കെ വളരെ കോംപ്രമൈസ്ഡാണ്. ട്യൂണറൊക്കെ ഉണ്ട്, പക്ഷേ ട്യൂണർ വെച്ചിട്ടാണ് ഞാൻ ബാക്കി ബാൻഡുകളൊക്കെ വർക്ക് ചെയ്യുന്നത്. ശരിക്കും അത് ബെസ്റ്റ് റെസനേറ്റ് ചെയ്യുന്നത് 10 മീറ്ററിലാണ്, 40 മീറ്ററിൽ പോലും അല്ല. അത് അതിൻ്റെയൊക്കെ മൗണ്ടിങ്ങിൻ്റെ പ്രത്യേകതകൾ കൊണ്ടും ലാഡർ ലൈനിൻ്റെ ഇംപെർഫെക്ഷൻ കൊണ്ടൊക്കെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പൊതുവെ അറിയപ്പെടുന്ന വിവരം എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെൽറ്റ ലൂപ്പ് ആൻ്റന ഒരു ഫുൾ വേ ലെങ്ത് ആൻ്റനയാണ്. ഗ്രീക്ക് ആൽഫബറ്റ് ക്യാപിറ്റൽ ഡെൽറ്റയുടെ, അതായത് ട്രയാങ്കിളിൻ്റെ അടയാളത്തിലാണ് അത് മൗണ്ട് ചെയ്യുന്നത്. അതിന് ഇമ്പിഡൻസ് കൂടുതലായതുകൊണ്ട് 4:1 ട്രാൻസ്ഫോമർ വേണം ഫീഡ് പോയിൻറ്റിൽ. പിന്നെ ഡെൽറ്റ ലൂപ്പ് വേർട്ടിക്കലി മൗണ്ട് ചെയ്യുകയാണെങ്കിൽ, നമ്മളൊക്കെ അങ്ങനെയാണ് അധികം വേർട്ടിക്കലിയാണ് മൗണ്ട് ചെയ്യുന്നത്. വയനാട്ടിലൊരു ഹാമുണ്ട് വേർട്ടിക്കലി മൗണ്ട് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ മൗണ്ട് ചെയ്യുമ്പോൾ അതിന് ലോ ടേക്ക് ഓഫ് ആംഗിളാണ് സിഗ്നൽസിൽ വരുന്നത്. ലോ ടേക്ക് ഓഫ് ആംഗിൾ വന്നാൽ ദൂരെയുള്ള DX സ്റ്റേഷനിൽ വർക്ക് ചെയ്യാൻ നല്ലതാണ്. ഹൊറിസോണ്ടലി മൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഹൈ ടേക്ക് ഓഫ് ആംഗിൾ വരും. അപ്പോൾ നിയർ വെർട്ടിക്കൽ ഇൻസിഡൻസ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ, നേരെ മുകളിലേക്ക് സ്കൈയിലേക്ക് ഏകദേശം 90 ഡിഗ്രി അല്ല, അതിൻ്റെ ഒരു സൈഡിൽ കൂടെ പോയിട്ട് തൊട്ടടുത്തുള്ള സ്റ്റേഷൻസ് ഒരു 200-300 കിലോമീറ്റർ, മാക്സിമം 500 കിലോമീറ്ററൊക്കെ വരെ പോകും. അതിനാണ് NVIS പ്രൊപ്പഗേഷൻ എന്ന് പറയുക. അതിപ്പോൾ നമ്മൾ ലോക്കൽ സ്റ്റേഷൻസ് വർക്ക് ചെയ്യാൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഹില്ലി ടെറൈനിലാണെങ്കിൽ അത് ലോ ആംഗിളിൽ പോയി കഴിഞ്ഞാൽ ഹില്ല് തടയുമല്ലോ. അതിന് പകരം ഹൈ ആംഗിളിൽ സ്കൈയിലേക്ക് പോയിട്ട് അപ്പുറത്തേക്ക് വന്ന് ചാടും. അതാണ് ഹില്ലി റീജിയൻ, ഫോറസ്റ്റ് റീജിയനിലൊക്കെ അത് യൂസ്ഫുള്ളാണ്. ഹൈ റൈസ് ബിൽഡിങ്ങുകളിടത്തും ഉപയോഗം ഉണ്ടാവും. ഡെൽറ്റ ലൂപ്പ് ആൻ്റനയുടെ വേറൊരു പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ അത് ഫുൾ ലൂപ്പായതുകൊണ്ട്, ഫുൾ ലൂപ്പ് ക്ലോസ്ഡ് ലൂപ്പാണല്ലോ. ക്ലോസ്ഡ് ലൂപ്പുള്ള ആൻ്റനകൾക്കൊക്കെ നോയ്സ് വളരെ കുറവായിരിക്കും റിസീവിങ്ങിൽ. അപ്പോൾ നോയ്സ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ ഡെൽറ്റ ലൂപ്പ് ആൻ്റന എപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് മൗണ്ട് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ, കാരണം ഫുൾ വേവ് ആയതുകൊണ്ട് മൗണ്ട് ചെയ്യാൻ കൂടുതൽ സൗകര്യം വേണ്ടി വരും. 2 സപ്പോർട്ട് 2 സൈഡിൽ വേണ്ടി വരും. പിന്നെ ഗ്രൗണ്ടിൽ നിന്ന് അത്യാവശ്യം ഹൈറ്റും വേണം, എന്നാലേ നല്ല എഫക്റ്റ് കിട്ടുള്ളൂ. 40 മുതൽ 10 മീറ്റർ വരെ ഉപയോഗിക്കാവുന്ന കൊമേഴ്സ്യൽ ഡെൽറ്റ ലൂപ്പ് ആൻ്റനകളുണ്ട്. അതിന് പക്ഷേ കോആക്സ് അല്ല കൊടുക്കേണ്ടതെന്നാണ് പറയുന്നത്. പാരലൽ വയർ ഫീഡർ, അതായത് ഓപ്പൺ വയർ ഫീഡർ ഞാൻ ഉപയോഗിക്കുന്ന ലാഡർ ലൈൻ പോലെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ 7 ബാൻഡിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞിരിക്കണേ. പക്ഷേ അതിനൊരു സിമെട്രിക് ട്യൂണർ വേണം, എന്നാലേ ആ ഗുണം കിട്ടുള്ളൂ. പിന്നെ വേറെ ചിലർ കോആക്സിയൽ കേബിൾ വെച്ചിട്ട് 4:1 ബാലൻ വെച്ചിട്ട് മൾട്ടി ബാൻഡ് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. പിന്നെ കമേഴ്സ്യൽ ഓപ്ഷൻ നോക്കുമ്പോൾ 3.5 മെഗാ ഹെർട്സ് മുതൽ 54 മെഗാ ഹെർട്സ് വരെ കിലോ വാട്ട് റേഞ്ചിൽ റൊട്ടേറ്റബിൾ ആൻ്റനയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ എന്ത് സൈസ് ആവുമെന്ന് എനിക്കറിയില്ല, ഞാനത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. പക്ഷേ 3.5 മെഗാ ഹെർട്സ് എന്ന് പറയുമ്പോൾ 80 മീറ്റർ ആണല്ലോ. അപ്പോൾ 80 മീറ്റർ മുതൽ 54 മെഗാ ഹെർട്സ് പറയുമ്പോൾ 6 മീറ്റർ റേഞ്ചും കൂടെ വരുന്നുണ്ട്. അതും കിലോ വാട്ട് റേഞ്ചിലൊക്കെ വരുന്നെങ്കിൽ, റൊട്ടേറ്റബിളൊക്കെ ആവണമെങ്കിൽ അതൊരു വല്ലാത്തൊരു ആൻ്റന തന്നെ ആയിരിക്കണം. അതിൻ്റെ റൊട്ടേറ്റിംഗ് സിസ്റ്റമൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. ഒക്കെ ഞാനിങ്ങനെ നെറ്റിൽ കണ്ടതാണ്. പക്ഷേ പ്രായോഗിക തലത്തിൽ ഞാൻ എൻ്റെ ഒരു ഏകദേശ ഡെൽറ്റ ലൂപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഫുൾ വേ ലൂപ്പാണ്. അത് സിംഗിൾ വയർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. 60 മീറ്റർ വയർ എടുത്തിട്ട് അതിൽ 20 മീറ്റർ ഫീഡ് ലൈനായിട്ട്, അതായത് ലാഡർ ലൈനാക്കി ഉണ്ടാക്കി, ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പൈപ്പൊക്കെ വെച്ച് ലാഡർ പോലെ ഉണ്ടാക്കിയിട്ട് ബാക്കി ഭാഗം മൗണ്ട് ചെയ്തു. പിന്നെ ഇവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് കൃത്യമായ ഒരു ഡെൽറ്റ ലൂപ്പിലൊന്നും വെക്കാൻ നിവൃത്തിയില്ല. ഒരു തരം ലൂപ്പ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അതിൽ എനിക്ക് മൾട്ടി ബാൻഡ് ഓപ്പറേഷൻ പറ്റുന്നുണ്ട്. എല്ലാ ബാൻഡും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. 40 മീറ്ററിലൊക്കെ ശരിക്കും SWR കൂടുതലാണ്. 20ൽ ആദ്യം SWR പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷേ 40 ശരിയാക്കാൻ നോക്കിയപ്പോൾ 20ൽ SWR കൂടി. എന്നാലും ഞാനിപ്പോൾ നോർത്ത് ഇന്ത്യൻ സ്റ്റേഷൻസൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നത് ആ ആൻ്റന വെച്ചിട്ടാണ്. എനിക്ക് വേറെ 20 മീറ്റർ ആൻ്റനയൊന്നും ഇല്ല തൽക്കാലം. ഇന്നലെയും കോൺടാക്റ്റ് ചെയ്തിരുന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒക്കെ 5-9+ ഒക്കെ കിട്ടുന്നുണ്ട്.